തിരുവനന്തപുരം കല്ലിയൂരിൽ +2 വിദ്യാർത്ഥികൾക്കും അധ്യാപികയ്ക്കും ദേഹാസ്വാസ്ഥ്യം. പുന്നമൂട് സ്കൂളിലെ 7 +2 വിദ്യാർത്ഥികളെയും 2 അധ്യാപകരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ അടിച്ചതിന് പിന്നാലെയാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് എന്നാണ് സൂചന. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, അവിടെ എന്താണ് സംഭവിച്ചത്? വിദ്യാർത്ഥി പെപ്പർ സ്പ്രേ അടിച്ചു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അമൃത, ഇതിനകത്ത് ഇപ്പോഴും ചില അവ്യക്തതകളുണ്ട്. ഇത് ബോധപൂർവം ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂളിലേക്ക് കൊണ്ടുവന്നതാണോ, അതല്ല എങ്കിൽ കൗതുകത്തിന് സ്കൂളിൽ കൊണ്ടുവന്ന് അറിയാതെ ഈ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതാണോ? ഈ കാര്യത്തിനകത്തൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇത് ബോധപൂർവം ചെയ്തതാകാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇത് കൗതുകത്തിന് ചെയ്താൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് ഒരു സ്ഥിതി ഗുരുതരമാകുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇത് ബോധപൂർവം ഏതെങ്കിലും വിദ്യാർത്ഥി സ്കൂളിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഈ പെപ്പർ സ്പ്രേ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം പുന്നമൂട് സ്കൂളിലെ കല്ലിയൂർ പുന്നമൂട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥികൾക്കിടയിലാണ് പെപ്പർ സ്പ്രേ ഉപയോഗമുണ്ടായത്. ഏത് വിദ്യാർത്ഥിയാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഇപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു വിദ്യാർത്ഥി +1 വിദ്യാർത്ഥിയായിട്ടുള്ള വിദ്യാർത്ഥി ഈ പറയുന്ന പെപ്പർ സ്പ്രേ റെഡ് കോർപ്പ് എന്ന് പറയുന്ന ഒരു പെപ്പർ സ്പ്രേ സ്കൂളിലേക്ക് കൊണ്ടുവരികയും അത് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രയോഗിക്കുകയുമാണ് ചെയ്തത്. അതേ തുടർന്നുകൊണ്ട് 7 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. 2 പെൺകുട്ടികൾക്കും 5 ആൺകുട്ടികൾക്കുമാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. 2 അധ്യാപകർക്കും ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഉടൻ തന്നെ അവിടുത്തെ താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് നില വഷളായതോടുകൂടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇത് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതുകൊണ്ടാണോ ഇത്രയും രൂക്ഷമായ രീതിയിൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് എന്നുള്ള സംശയം ആശുപത്രി സൂപ്രണ്ടിനും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഡോക്ടർമാർക്കും ഉണ്ടായി. അപ്പോൾ ആശുപത്രി സൂപ്രണ്ടാണ് പറഞ്ഞത് ഈ ഉപയോഗിച്ച കുപ്പിയുടെ ബോട്ടിൽ ഇവിടേക്ക് കൊണ്ടുവരാൻ, എന്താണ് ഉപയോഗിച്ചത് അതിന്റെ ബോട്ടിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ അതിന്റെ മുകളിൽ റെഡ് കോർപ്പ് എന്ന് പറയുന്ന ഒരു പേര് എഴുതുകയും ചെയ്തിരുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് അത് പെപ്പർ സ്പ്രേ ആണ് എന്ന് ബോധ്യപ്പെട്ടത്. അപ്പോൾ പെപ്പർ സ്പ്രേ ആണെങ്കിൽ പോലും കടുത്ത തരത്തിലുള്ള ഒരു ശ്വാസം മുട്ടൽ ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ ഇവിടുന്ന് ജനറൽ ആശുപത്രിയിൽ നിന്ന് വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് ആശുപത്രിയിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്തേക്ക് ഇറക്കിയത് ഓക്സിജൻ മാസ്ക് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം ഈ വിദ്യാർത്ഥികൾക്ക് ശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പെപ്പർ സ്പ്രേയുടെ ഉപയോഗം വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എങ്കിൽ പോലും അത് കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് ശ്വസിക്കാൻ ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. എന്തായാലും അവരുടെയൊക്കെ നില തൃപ്തികരമാണ്. ഇപ്പോൾ ഈ പറയുന്ന 7 കുട്ടികളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ നില സ്റ്റേബിൾ ആണ്. മറ്റ് 2 അധ്യാപകർക്കും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഇതിനകത്ത് സ്കൂൾ അധികൃതർ പറയുന്ന അന്വേഷണം നടത്തും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് ഈ പെപ്പർ സ്പ്രേ കൊണ്ടുവന്നത്, എന്തിനാണ് ഇത് ഉപയോഗിച്ചത്, ഇതിനകത്ത് എന്തെങ്കിലും കൗതുകപൂർവ്വം ഉപയോഗിച്ചതാണോ, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ദുരുദ്ദേശത്തോടു കൂടി സ്കൂളിലേക്ക് കൊണ്ടുവരികയും ആർക്കെങ്കിലും നേരെ ബോധപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിലുമൊക്കെ അന്വേഷണം ഉണ്ടാകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അധികൃതരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് ഒരു ദുരൂഹ സാധ്യതയൊന്നും സ്കൂൾ അധികൃതർ തള്ളിക്കളയുന്നില്ല. കാരണം അധ്യാപകർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി ഏതെങ്കിലും വിദ്യാർത്ഥി കൊണ്ടുവന്നതാണോ എന്നുള്ള സംശയം പോലും ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് 12:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്.